യോജിച്ചുള്ളൊരു ചോദ്യമാണ്. അതെങ്ങനെ അത് പിന്നെ മീര റിപ്ലൈ എന്നുള്ളത് മീരയ്ക്ക് വിട്ടുതരാണ്. നമ്മൾ ഓരോ പ്രായത്തിൽ നമുക്ക് നമ്മുടേതായ പല എന്താ പറയണ്ടേ മൂഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഭയങ്കര ഇപ്പം മീരയെക്കുറിച്ച് പലരും പറയുന്ന ഭയങ്കര മൂഡ് സ്വിങ് ഉള്ളൊരു ആക്ട്രസ്. അപ്പോൾ എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. ചില സമയത്ത് ഭയങ്കര ഗ്ലൂമിയാണ്, ചില സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്, ചില സമയത്ത് മഹാമൂച്ചാട്ട സ്വഭാവമാണ്. അങ്ങനെ പല പല പലതരത്തിലാണ് ഇതിൻ്റെ വേരിയന്റ്. അതൊക്കെ ഒരു നൈസർഗികമായിട്ടുള്ള ഭാവമാണോ അതെയോ? ബേസിക്കലി ഞാൻ പറയാം ആർട്ടിസ്റ്റിനെ കുറിച്ച്. ഞാനിപ്പോൾ മാറി നിന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഞാനൊരു വിലയിരുത്തലുണ്ട്. ലൈക്ക് ഐ ഓൾവേസ് ഇപ്പം ഞാൻ ഓക്കെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത്, ആർട്ടിസ്റ്റിന് കുറച്ച് പിടിവാശി ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബേസിക്കലി ആർട്ടിസ്റ്റ് അത് വേണം അത് ഒരു വലിയ അഹങ്കാരത്തോടെ വലിയ ജാടയോടെ ഞാൻ പറയല്ല. റീസൺ എന്ന് വെച്ചാൽ അവരുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ്, ഇത് നമ്മുടെ കണ്ണിൽ വരുന്നതും നമ്മുടെ ഇമോഷൻസ് ആണ്. അതാണ് ആർട്ടിസ്റ്റ്. ഇപ്പം എൻ്റെ മുഖത്ത് ഇമോഷൻ ഇല്ല, എന്നെ ആരെങ്കിലും ഞാൻ ആർട്ടിസ്റ്റ് ആണോ? അല്ല. സോ ഈ ഓരോ ഇമോഷനും വരണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാട്ട് പാടാൻ ഒരു മൂഡ് വേണ്ടേ? അല്ല എപ്പോൾ നോക്കിയാലും പാട്ട് പാടാം, ഉടനെ എടുത്ത് നോക്കിയാൽ പാട്ട് പാടാം. എവിടെ എന്ത് ചെയ്യുമ്പോഴും എപ്പോൾ ചോദിച്ചാലും പാട്ട് പാടാൻ എനിക്ക് തോന്നുന്നില്ല പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയാൻ പറ്റത്തില്ല. ഐ മീൻ ഓർ ചിരിക്കാൻ പറഞ്ഞാൽ ഒന്ന് ചിരിച്ചേ, നമുക്ക് ചിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സാഹചര്യം വേണ്ടേ നമുക്ക് ചിരിക്കാൻ, ഒരു റീസൺ വേണ്ടേ? അല്ല ഒരു ഫ്രണ്ട്സിനോടൊപ്പം ഒരു മൂഡ് ക്രിയേറ്റഡ് ആവണം. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാന്ന് വെച്ചാൽ ഈ മൂഡ് നമ്മൾ എന്നും ക്രിയേറ്റ് ചെയ്യുക. ഇമാജിൻ അവരുടെ ബോഡിയിൽ, അവരുടെ മൈൻഡിൽ, അവരുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തായിരിക്കും? രാവിലെ എഴുന്നേറ്റ് പോവും, മേക്കപ്പ് ഇടും, ഇത് തന്നെ സംഭവിക്കുന്നത്. ഒന്ന് ചിരിച്ചേ, ഒന്ന് കരഞ്ഞെന്നുള്ള ഓക്കെ ക്യാരക്ടറുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്യാരക്ടർ റൈറ്റർ എഴുതും, ഡയറക്ടറുണ്ട്, ടീമുണ്ടെങ്കിലും നമ്മളിത് കാണിക്കണ്ടേ? കുറച്ച് കഴിയുമ്പോൾ കരയണം, കുറച്ച് കഴിയുമ്പോൾ ചിരിക്കണം, കുറച്ച് കഴിയുമ്പം ചാടണം, പിന്നെ തമാശ പറയണം, കോമഡി പറഞ്ഞ് ചിരിപ്പിക്കണം, പ്രേമിക്കണം. ഇതെല്ലാം സിനിമയിൽ നമ്മൾ ചെയ്യത്തില്ല. ദേഷ്യപ്പെടണം, എല്ലാം. ഇതെന്ന് രാവിലെ സ്വിച്ച് ഓൺ ചെയ്ത പോലെ ചെയ്യും. പിന്നെ അപ്പം ദെൻ യു ഗെറ്റ് സംവെയർ യു നീഡ് ദറ്റ് പാമ്പറിങ്. അപ്പോൾ ഒരു പിടിവാശി വരും. അത് ബാലൻസ് ചെയ്യാൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല നമ്മുടെ അഹങ്കാരം കൊണ്ടോ അല്ല നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നി, ഞാൻ നോക്കിയപ്പോൾ എനിക്കതാ തോന്നുന്നു.